നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്താ അച്ഛന് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഇത് സ്വാഭാവികമായ ഒരു വീഴ്ചയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛനെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അച്ഛനെന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വീഴുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണതല്ല, തള്ളിയിട്ടതാണെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ അതാര് ചെയ്തു? അത് നമ്മൾ അനുമാനിക്കേണ്ടതല്ല. നന്ദനങ്ങളിന് നല്ല ബോധം വന്നതിന് ശേഷം അങ്കിൾ തന്നെ പറയേണ്ടതാ. ഇതിപ്പോ നമ്മുടെ വീട്ടിലെ മുകളിൽ നിന്ന് വീഴുന്ന രണ്ടാമത്തെ ആളാണ്. സാക്ഷിയെ തള്ളിയിട്ടത് പ്രേ ചെയ്താണെന്ന് തെളിഞ്ഞ കാര്യമാണല്ലോ. നന്ദൻ ഇനി മനഃപൂർവ്വം ചാടിയതാവോ? എന്തിന്? ഇനി അരുണിമയമ്മയും വല്ല വഴക്കോ മറ്റോ ഉണ്ടായതിന്റെ ടെൻഷനിൽ. അമ്മയുമായിട്ട് വഴക്കിട്ടാൽ അച്ഛൻ ഉടനെ ടെറസിൽ കയറി താഴോട്ട് ചാടുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒരു 90% സ്ത്രീകളും വിധവളായനല്ലോ. ഇനി അതാണ് കാരണമെന്ന് വെച്ചാൽ തന്നെ എന്തിന് നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്യണം? അങ്കിളിന് ആ വീട്ടിൽ വെച്ച് തന്നെ താഴേക്ക് ചാടിയ പോരായോ? മാത്രമല്ല അങ്കിളും ആന്റിയും നല്ല സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നതെന്നും പറയുന്നു. അപ്പൊ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? കണ്ടുപിടിക്കാൻ നമുക്ക്. അച്ഛൻ തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ആലോചിക്കാതെ എന്ത് ചെയ്യാൻ? അന്നേ മുകളിൽ CCTV വെച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് എന്ത് ഗുണം? എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അച്ഛാ, പുറത്തു നിന്ന് വീടിനെ പറ്റിയും ചുറ്റുപാടിനെ പറ്റിയൊന്നും അറിയാതെ വരുന്നവരെ സ്പോട്ട് ചെയ്യാനായിട്ട് CCTV. നന്ദനങ്ങളുടെ പറ്റിയത് അപകടമല്ല, മനഃപൂർവ്വം ആരെങ്കിലും ഒരാൾ ചെയ്തതാണെന്ന് ഇരിക്കട്ടെ. അത് പുറത്തു നിന്ന് വന്ന ഒരാളാണ് ചെയ്തതെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? ഒട്ടും പ്ലാനിങ് ഇല്ലാതെയാ അങ്കിളും ആന്റിയും നമ്മുടെ വീട്ടിലേക്ക് വന്നത്. എന്നിട്ടും അത് നേരത്തെ മനസ്സിലാക്കി അക്രമി നമ്മുടെ വീട്ടിൽ കയറി കാത്തിരിക്കുകയായിരുന്നെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ? ഇനി ഒരു വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചു എന്ന് തന്നെ വെക്കുക. വീട്ടിലേക്ക് വരുന്ന അങ്കിളിന് ഒരു ഫോൺ വരുമെന്നും ആ ഫോൺ അറ്റൻഡ് ചെയ്ത് ടെറസിലേക്ക് വരുമെന്നും അക്രമിക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമോ? പിന്നെ എന്താണ് ഇതിന്റെ ഒരു സാധ്യതയായി നീ കാണുന്നത്? ഒന്നുകിൽ എല്ലാവരും കരുതുന്ന പോലെ ഇത് യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും അങ്കിളിനെ തള്ളിയിട്ടിട്ടുണ്ടാവും. ആര്? ആ ചോദ്യത്തിനാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. അത് കിട്ടുന്നതോടെ നമ്മുടെ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛമ്മയുടെ സ്വർണം എടുത്തു മാറ്റി മധുവാന്റെ മുറിയിൽ കൊണ്ടുവച്ചത്, ആ സ്വർണത്തിന്റെ പകർപ്പെടുത്ത് സ്നേഹയെ സംശയത്തിന്റെ നിഴലിൽ കൊണ്ടുവന്നത്, അങ്ങനെ കുറെ നാളായി നമ്മുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നിൽ എന്താണെന്ന് നമുക്ക് അതോടെ വ്യക്തമാവും. നീ എന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. എന്തായാലും എന്നോട് പറ. അച്ഛാ, ഞാനെല്ലാം സമയമാകുമ്പോൾ പറയാം. അച്ഛനൊരു കാര്യം ചെയ്യണം. ഇവിടെ ആരെങ്കിലും ഒരാൾ എല്ലാ സമയത്തും ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. നന്ദനങ്ങളിന് ഓർമ്മ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നത് വരെ ICUവിനുള്ളിലേക്ക് ആരെയും കടത്തിവിടരുത്. ഇനി അങ്ങനെ ആർക്കെങ്കിലും പോകേണ്ടി വന്നാൽ തന്നെ അച്ഛനും കൂടെ ചെല്ലണം. അതിപ്പോ അച്ഛമ്മയോ മധുവാന്റിയോ അല്ലെങ്കിൽ അരുണിമാന്റിയോ അമ്മയോ പൂജയോ ആരും ആയിക്കോട്ടെ. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അവരിൽ ആരോ ഒരാളാണ് ഇത് ചെയ്തതെന്നോ? അങ്ങനെയല്ല അച്ഛ. ഓരോരുത്തരെയായിട്ട് ഒറ്റയ്ക്ക് കാണാൻ അനുവദിച്ചാൽ ആർക്കും കയറി ചെന്ന് കാണാം. നമ്മുടെ കുടുംബക്കാർക്ക് മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന ആർക്കും. അച്ഛനില്ലാതെ ആരെയും കാണിക്കില്ല എന്നാണെങ്കിൽ ആരൊക്കെയാണ് വന്നു പോയതെന്ന് നമുക്ക് ഉറപ്പിക്കാം. ആരെ കാണുമ്പോഴാണ് അങ്കിളിന് ഭാവവ്യത്യാസം ഉണ്ടാവുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം.